സെക്രട്ടേറിയറ്റിനുള്ളിൽ CPM അനുകൂല സർവീസ് സംഘടനാ ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി. ക്യാന്റീനിൽ കുടിവെള്ളം നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു അക്രമം. സംഭവം ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകരെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ കയ്യേറ്റം ചെയ്തു. മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിനകത്ത് ഇടപെടാം. സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഭരിക്കണമെന്നല്ലോ. നീ എന്നായാലും വീഡിയോ എടുക്കും. നീ മോളെ നമ്മളെ അടുത്ത് കാണിക്കണ്ട. പേര് പറ. നീ പേര് പറഞ്ഞിട്ട് പോയാ മതി. നീ പോടാ. നീ ആരാണ്? എന്റെ റിപ്പോർട്ടറൊക്കെ നീ ആരാണ് ഇടാന്ന് വിളിച്ചേ? എന്റെ റിപ്പോർട്ടറൊക്കെ നീ ആരാടാന്ന് വിളിക്കാൻ? എന്റെ റിപ്പോർട്ടറെ കയറി ഇടാന്ന് വിളിക്കാൻ നീ ആരാ? എന്റെ റിപ്പോർട്ടറെ കയറി ഇടാന്ന് വിളിക്കാൻ നീ ആരാ? അവന് പേരുണ്ട്. നീ എന്റെ റിപ്പോർട്ടറെ നീ എന്തിനാണ് ഇടാന്ന് വിളിച്ചേ? ആള് തന്നെയാ പറഞ്ഞത് നിങ്ങൾ മദ്യപിച്ചിട്ട് ഇവിടെ ഉള്ള ആളാണ് പറഞ്ഞത്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കും. നിന്റെ വീഡിയോ എടുക്കണോ? നീ എന്റെ മേത്ത് കൈവച്ചു. നീ എന്റെ മേത്ത് കൈവച്ചു. തിരിച്ചു കൈവെക്കുന്ന അല്ല എന്റെ സ്വഭാവം. പേര് പറയട്ടെ. എന്റെ പേര് മുഹമ്മദ് ആഷിഖ്. ഞാൻ മീഡിയ വണ്ണിന്റെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ ഇവിടുത്തെ എന്താണ് ജോലി? എന്താണ്? പറ. കാര്യം സരീഷുണ്ട്. ഹരി, എന്തിന്റെ പേരിലായിരുന്നു ഈ സംഘടനാ അംഗങ്ങൾ തമ്മിലുള്ള തല്ല്? പിന്നെ അത് മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ സബ് ട്രഷറിക്ക് മുന്നിലുള്ളതാണ്. PR ചേംബറിന് മുൻവശത്ത് സബ് ട്രഷറിയുടെ ഓഫീസുണ്ട്. അതിന് മുൻവശത്ത് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി, അത് ഞാൻ പറയാം. അതായത് PR ചേംബറിന് സമീപത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ NGO യൂണിയൻ പ്രവർത്തകനായ അമൽ അവിടെ ഭക്ഷണം കഴിക്കാൻ ഉച്ചയോടെ എത്തുന്നു. ആ സമയത്ത് ക്യാൻറ്റീനിലെ ജീവനക്കാരുമായി തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന് കാരണം കുടിവെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു. കുടിവെള്ളം കിട്ടിയില്ല എന്ന് ആരോപിച്ച് ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്ന ജഗ് വലിച്ചെറിയുകയും ക്യാൻറ്റീനിലെ ജീവനക്കാരന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ സംഭവത്തിന്റെ അപ്പോൾ ആ ജീവനക്കാരൊക്കെ ഇടപെട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. അവിടെ അക്രമാസക്തമാവുന്ന രീതിയിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനുശേഷം അതിന്റെ തുടർച്ചയായിട്ടാണ് സബ് ട്രഷറിക്ക് മുന്നിൽ പ്രശ്നമുണ്ടായത്. ആ സമയത്ത് 1 മണിക്ക് മന്ത്രി MB രാജേഷിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1:30-1:45 ആ സമയമാണ്. ആ സമയത്ത് മാധ്യമപ്രവർത്തകരെല്ലാം പുറത്തിറങ്ങിയ സമയത്താണ് ഈ സബ് ട്രഷറിക്ക് മുന്നിലെ പ്രശ്നം കാണുന്നത്. അപ്പോൾ അത് ഫോണിൽ മാധ്യമപ്രവർത്തകർ ചിത്രീകരിക്കാൻ നോക്കി. ആ സമയത്താണ് മാധ്യമപ്രവർത്തകർ ഇത് ഫോണിൽ അതിന്റെ വിഷ്വൽസ് എടുക്കുന്നത് കണ്ടിട്ട് ഈ അവിടെ ഉണ്ടായിരുന്ന ആ സബ് ട്രഷറിക്ക് മുന്നിലുണ്ടായിരുന്ന NGO യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞത്. അവർ ഫോൺ വിഷ്വൽസ് എടുക്കുകയാണെങ്കിൽ, ചിത്രീകരിക്കുകയാണെങ്കിൽ ക്യാമറ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ അവർ തന്നെ. ഇതിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, NGO യൂണിയൻ ഭാരവാഹികൾ ഇവർ പരസ്പരം ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഈ കയ്യേറ്റത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കാരണം ഈ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആൾ NGO യൂണിയൻ ഭാരവാഹിയായിരുന്നു. ഈ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെട്ടവരും NGO യൂണിയൻ ഭാരവാഹികളായിരുന്നു. ആ സമയത്തുണ്ടായിരുന്നവർക്ക് ഇവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു എന്നും അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചു. എന്തായാലും ഈ വിഷയം ഉണ്ടായതിനു പിന്നാലെ ഈ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് മാധ്യമപ്രവർത്തകർ. ഒരു കുടിവെള്ളം കിട്ടാത്തതിന്റെ തർക്കമാണോ ഇതിപ്പോ? ഒരു സംഘടനയുടെ ആളുകൾ തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയൊന്നും ഇല്ലേ? ഇത് നമ്മുടെ ആളുകളാണെന്ന് പറയുന്ന രീതി പോലും ഇല്ലേ സംഘടനക്കാർ തമ്മിൽ? ഈ അമൽ എന്ന് പറയുന്ന അത് NGO യൂണിയൻ പുത്തൻചന്ത ബ്രാഞ്ച് ഭാരവാഹിയാണ് എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ അമലാണ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്നത്. ആ സമയത്താണ് കുടിവെള്ളം കിട്ടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ക്യാൻറ്റീനിലെ ഒരു ജഗ് എടുത്ത് വലിച്ചെറിയുകയും പിന്നെ അത് കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയും ജീവനക്കാരുടെ
കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുന്ന രീതിയിലൊക്കെ സംഭവം വരികയും ചെയ്തു. അവിടെ ആ സംഭവം വഷളായതിനു ശേഷമാണ് നേരെ PR ചേംബറിന് മുൻവശത്തുള്ള ഈ സബ് ട്രഷറി ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നത്. ആ സമയത്തും അവിടെ കൂടിയിരുന്നവർ തമ്മിൽ കശപിശ ഉണ്ടാകുന്നു, അവർ പരസ്പരം മുണ്ടും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തർക്കം, സംഘർഷം അത് കണ്ടപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. കാരണം സെക്രട്ടേറിയറ്റിനകത്ത് അങ്ങനെ ഒരു തർക്കം എന്തിനാണ് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഒരു സംഘർഷം, വലിയ സംഘർഷത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി അവിടെ ഉണ്ടോ എന്ന് പലരും ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അത് മൊബൈൽ ഫോണിലാണ് ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നത്. അപ്പോഴാണ് അല്ല ഹരി, സെക്രട്ടേറിയറ്റിന്റെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമാണ് അല്ലേ, വളരെ സുരക്ഷിതമായി മാത്രം കാര്യങ്ങൾ നടക്കേണ്ട ഒരു സ്ഥലം. അവിടെ ഇങ്ങനെ ജീവനക്കാർ തമ്മിലടിക്കുമ്പോൾ അവിടുത്തെ പോലീസൊന്നും കാര്യമായി ഇടപെട്ട് ഈ പ്രശ്നം രമ്യതയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാനോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിയവനെ ആ രീതിയിൽ നടപടികൾ എടുക്കാനൊന്നും പോലീസ് തയ്യാറായില്ലേ? ഇല്ല, ഈ സംഭവം നടന്ന സമയത്ത് കൃത്യസമയത്ത് മാധ്യമപ്രവർത്തകർ അവിടെ ആ ഇറങ്ങുന്ന സമയത്തായതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഷൂട്ട് ചെയ്തത്, ആ വിഷ്വൽസ് എടുത്തത്. അതിനുശേഷം ഈ വലിയൊരു ബഹളം മാധ്യമപ്രവർത്തകരുടെ നേരെ കയ്യേറ്റ ശ്രമം ഇവർ നടത്തിയ സമയത്ത്, കയ്യേറ്റം നടത്തുന്ന സമയത്ത് ക്യാമറ അടിച്ചു പൊട്ടിക്കാനും പിടിച്ചു തള്ളുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് സെക്യൂരിറ്റി മറ്റ് ജീവനക്കാരൊക്കെ അവിടെ എത്തി ഇത് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. കൂടാതെ അവിടെ കൂടിയിരുന്ന മറ്റ് സെക്രട്ടേറിയറ്റിലെ തന്നെ മറ്റ് ജീവനക്കാർ, സബ് ട്രഷറിയിലുള്ളവരുണ്ടായിരുന്നു, അതിന് സമീപത്തുണ്ടായിരുന്ന PR ചേംബറിനും പരിസരത്തുണ്ടായിരുന്നവരൊക്കെ ആ സമയത്ത് അവിടെ ഇടപെടുകയും അവരെ പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തിയ ആളിനെ PR ചേംബറിനകത്തേക്കാണ് അവർ കൂട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം അതിനകത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങിയത് കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് പിന്നെ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ ആളിനെ PR ചേംബറിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. സെക്രട്ടേറിയറ്റിലാണ് അസോസിയേഷൻ അല്ലെങ്കിൽ NGO യൂണിയന്റെ പ്രവർത്തകർ തമ്മിൽ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. അത് ക്യാൻറ്റീനിൽ വെള്ളമില്ല, കുടിവെള്ളമില്ല എന്നതിൻ്റെ പേരിലായിരുന്നു ഈ തർക്കം എന്നാണ്. അവസാനം തർക്കം പുറത്തേക്ക് വന്നപ്പോൾ അത് ചിത്രീകരിച്ച മാധ്യമങ്ങൾക്ക് നേരെ കൂടി ഈ അരിശം തീർക്കുന്നതായി കണ്ടു. എന്തായാലും ആ രീതിയിലൊരു പരാതി മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും കുറച്ചുകൂടി മൂത്താൽ കൈവയ്ക്കുമെന്ന നിലയ്ക്ക് തന്നെയായിരുന്നു ഈ ആളുകളുടെ പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യമാണ്.